അസ്സലാമു ഞാൻ മജീദാണ്. ഈ കാണുന്ന ഈ ഫോട്ടോ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്. ആ ഗ്രൂപ്പിൽ ഈ ഫോട്ടോ വെച്ച് എഴുതി വിട്ടിക്കുകയാണ്. പള്ളിൻ്റെ ഉള്ളിൽ പോലീസ് ഷൂവ് ഊരാതെ കയറിങ്ങാണ്ട് പള്ളി അലങ്കോലമാക്കിയെന്ന് പറഞ്ഞുങ്ങാണ്ട് പോലീസിനെ കുറ്റപ്പെടുത്തിങ്ങാണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഈ ഫോട്ടോ ഈ വോയിസും വോയിസും കേട്ടത്. അപ്പോൾ ഞാനിത് ശരിക്കും അന്വേഷിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും അന്വേഷിച്ചപ്പോൾ ഞാൻ മീഡിയ വണ്ണിൽ ഈ കാണുന്ന ഈ വീഡിയോസ് ഉണ്ടല്ലോ, എന്നുവെച്ചാൽ ഈ വീഡിയോസിൽ മീഡിയ വണ്ണിൽ പറയുന്നത് ആ പള്ളിക്കത്തെ ആ മഹലത്തെ ആ ഉസ്താദിനെ ഒഴിവാക്കാൻ വേണ്ടി മഹലത്തെ ഏതാനും ആൾക്കാർ, ആ മഹലത്തെ എല്ലാ കുടുംബങ്ങളും ഞാൻ പറയില്ല കേട്ടോ, ഏതാനും ആൾക്കാർ അല്ലെങ്കിൽ വാസിപ്പുറത്താക്കാരം അല്ലെങ്കിൽ വല്ല രാഷ്ട്രീയത്തിൻ്റെ ഇതിലാക്കാരം അങ്ങനെ എന്തെങ്കിലും ആക്കാരം ആ മൂല്യാരെ ഒഴിവാക്കാൻ വേണ്ടി ആ മഹലത്തെ ഏതാനും ആൾക്കാർ അവിടെ കച്ചറ കൂടുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കച്ചറ കൂടുമ്പോൾ പോലീസിന് ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് വന്നുങ്ങാണ്ട് എന്നുവെച്ചാൽ ഷൂവ് ഊരിങ്ങാണ്ട് പള്ളിക്ക് കയറിങ്ങാണ്ട് കച്ചറ ഒഴിവാക്കാൻ പോലീസ് ശ്രമിക്കൂല. കാരണം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഷൂവ് ഊരുന്ന ടൈമിൽ ആ പള്ളിക്ക് കച്ചറ കൂടിങ്ങാണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടിങ്ങാണ്ട് ആരെയും തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഈ പോലീസിന് ആക്കാരം ചീത്തപ്പേര്. എന്നുവെച്ചാൽ ആ കച്ചറ ടൈമിൽ നമ്മുടെ കേരളം ഏത് സർക്കാരാണ് ഭരിക്കുന്നത് ആ സർക്കാരിനും ആക്കാരം അതിൻ്റെ ചീത്തപ്പേരുണ്ടാവുക അല്ലേ. അപ്പോൾ പോലീസ് ഈ അവസരത്തിൽ അവിടെ ഷൂ ഊരാൻ ഒരിക്കലും നിൽക്കില്ല. ഷൂ ഊരുന്ന ആ ടൈമിൽ ആ പള്ളിൻ്റെ ഉള്ളിൽ ആരെങ്കിലും അങ്ങോട്ട് കച്ചറ പിടിക്കാണ്ട് അവിടെ ആരെങ്കിലും തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ആ പോലീസിന് ആക്കാരം ചീത്തപ്പേരുണ്ടാകുക. അതുകൊണ്ട് ഇതിൽ ഈ പ്രശ്നത്തിൽ പോലീസ് അവിടെ ഷൂവ് ഊരാതെ കയറിയെന്ന് ആർക്കൊന്നും പറയാനും പറ്റൂല, പോലീസിനെ അതിനെ കുറ്റപ്പെടുത്താനും പറ്റൂല. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഓരോ പള്ളി കമ്മിറ്റിക്കാരോടാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ പള്ളിക്ക് അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ പള്ളിക്ക് ആ മഹലിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഇപ്പോൾ ഇവിടെ ഉസ്താദിനെ മാറ്റണം പറഞ്ഞാൽ സംഭവം ഉണ്ടായി, ഇനിയിപ്പോൾ അതിനെ പറയാം. അങ്ങനെ ഏതെങ്കിലും ഉസ്താദ്മാരെ മാറ്റണമെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കമ്മിറ്റിക്കാരെന്താ ചെയ്യേണ്ടത്, ഈ കമ്മിറ്റിയിൽ എന്ന് വെച്ചാൽ കണ്ടമാനം കുടുംബങ്ങളുണ്ടാവും. നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ പറയാം എന്നുവെച്ചാൽ ഈ ഉസ്താദിനെ മാറ്റുന്ന ആൾക്കാർ ഒരു ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഉസ്താദിനെ മാറ്റാത്തവർ വേറെ ചിഹ്നം വെച്ചുകൊണ്ട് അതിമ ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് ഏത് ഭാഗത്തേക്കാണ് ആ കുടുംബത്തെ ആൾക്കാർ നിൽക്കുന്നത്, അതിൻ്റെ ഒപ്പമാണ് ഏത് മാറ്റാനാണോ അത് മാറ്റാതെ നിൽക്കാനാണോ എന്നുവെച്ചാൽ ആ മഹലത്തെ കുടുംബങ്ങൾ നിൽക്കുന്നത്, അതിനനുസരിച്ചിട്ട് അവിടെ തീരുമാനം എടുത്താൽ പോരെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഈ പള്ളിൻ്റെ ഉള്ളിൽ കച്ചറ ഉണ്ടായി കഴിഞ്ഞാൽ വേറെയുള്ള സമൂഹം അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിനാക്കാരം എൻ്റെ ചീത്തപ്പേരെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓരോ പള്ളി കമ്മിറ്റിക്കാരോടും ആ പള്ളിക്കത്തെ ഓരോ കുടുംബങ്ങളോടും ഈ അവസരത്തിൽ ഞാൻ എന്നുവെച്ചാൽ ഞാനിത് സങ്കടത്തോടെ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ദയവ് ചെയ്താണ് ഇങ്ങനെ പള്ളിൻ്റെ ഉള്ളിൽ കച്ചറ ഉണ്ടാക്കാൻ നിൽക്കരുത്. അങ്ങനെ പോലീസ് വന്നാൽ പോലീസ് അവിടെ ഷൂ ഊരാൻ നിൽക്കൂല, പോലീസ് ആ കച്ചറ ഇല്ലാതാക്കാനാണ് നോക്കുക. അപ്പോൾ പോലീസ് അവിടെ ഷൂ ഊരാതെ കയറിക്കണമെങ്കിൽ പോലീസിനെ അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് പള്ളിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം കളിക്കരുത്. ഓക്കെ. അസ്സലാമു അലൈക്കും.